Hello everyone. Today we are going to discuss about the chapter The Outcaste, written by Sharankumar Limbale. Sharankumar Limbale is a famous Indian English writer. ഷരൺകുമാർ ലിംബാലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. മറാത്തി ലാംഗ്വേജിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ വർക്കും എഴുതിയിട്ടുള്ളത്. പിന്നീട് ഒരുപാട് ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ദളിറ്റ്സിന് നേരെയുള്ള ഇന്ത്യൻ സൊസൈറ്റി പൊതുവെ ചിന്തിക്കുന്നത് അൺടച്ചബിളായിട്ട് കാണുന്നത് ദളിത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ദളിത് സൊസൈറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദി ഔട്ട്കാസ്റ്റ് ഈസ് one of the important works which exposes the discrimination against untouchable society or Dalit community. അപ്പോൾ ദളിത് കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള അൺടച്ചബിൾ എന്ന് വിശ്വസിക്കുന്ന ദളിത് കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള അവർ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസും മാർജിനലൈസേഷൻസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരൺകുമാർ ലിംബാലെ തന്നെ എന്താണ്, ഒരു ദളിത് റൈറ്ററാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. വൺ ഡേ all the boys and girls from our school were going on a picnic, but we, the Maha boys, did not know this, and so had come to school as usual, our school bags on our backs. Then our teacher asked us also to go back and get our tiffin. Excited at the thought of being out of school, we ran home like oxen in a race on the third day. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലിംബാലയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ ലൈഫിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തന്നെ. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ദിവസം അവൻ്റെ ക്ലാസ്സിലെ ലിംബാലയുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സും ഗേൾസും ഒരു പിക്നിക്കിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. എല്ലാവരും ആ പിക്നിക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ മഹർ ബോയ്സ്, അപ്പോൾ ലിംബാലെ ഉൾപ്പെട്ട കമ്മ്യൂണിറ്റി ഏതാണ്, മഹർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ലിംബാലെ പറയുന്നുണ്ട്, ഞങ്ങൾ മഹർ ബോയ്സ് മാത്രം എന്തറിഞ്ഞില്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പിക്നിക്കിന് പോകുന്നുണ്ട് എന്ന വിവരം ഞങ്ങൾ മാത്രം അറിഞ്ഞില്ല. ഞങ്ങൾ പതിവ് പോലെ ബാഗും തോളിലിട്ട് സ്കൂളിലെത്തിയ സമയത്താണ് ടീച്ചർ പറയുന്നത്, ഇന്നൊരു പിക്നിക്കിന് പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും ടിഫിൻ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇവർ മഹർ ബോയ്സ്, മഹർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ ഓട്ടത്തിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, വി റാൻ ഹോം ലൈക്ക് ഓക്സൺ ഇൻ എ റേസ് ഓൺ ദി തേർഡ് ഡേ. തേർഡ് ഡേ എന്ന് വെച്ചാൽ കാളകൾ ഓട്ടമത്സരം ഉണ്ടായിരിക്കും അല്ലേ, കാളകളുടെ ഓട്ടമത്സരത്തിൻ്റെ സമയത്ത് കാളകൾ എങ്ങനെയാണോ ഓടുന്നത് അത്രയും സ്പീഡോട് കൂടിയിട്ടായിരിക്കും ഓടുന്നത് അല്ലേ. അതേ സ്പീഡോട് കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി. എന്തിനു വേണ്ടിയിട്ട്, ഉച്ചക്കത്തെ ടിഫിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫ്, വി റിട്ടേൺ വിത്ത് അവർ ജവാർ ബാക്കറി ആൻഡ് ചട്നി tied up in dirty rags and joined the group of boys and girls who were standing in rows. Just then, Bivarabai appeared, gripping the stalk of a dry jawar plant. Roughly, she pulled Pasha from his row.
making him cry. Bivarabi dragged him off. Parshia wanted to go on the picnic with us, but Bivarabai wouldn't let him. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, അപ്പോൾ മഹർ ബോയ്സ് എല്ലാവരും തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ മഹർ ബോയ്സ് മാത്രമാണ് അറിയാതിരുന്നത് എന്ത്, ഇന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പിക്നിക്ക് പോകുന്നുണ്ട് എന്ന്. ഹയർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ, അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽ പെട്ട ഓരോ കുട്ടികളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഇന്നിങ്ങനെ സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട് എന്നും അവർ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട മഹർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ലിംബാലയും മറ്റ് സുഹൃത്തുക്കളും കൂടി വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ജവാർ ബക്കാരി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബ്രെഡ്. ഇതെന്താണ്, ഒരു തരത്തിലുള്ള റൊട്ടിയാണ്. അതും അതുപോലെ തന്നെ അതിലേക്ക് കഴിക്കാനുള്ള ചട്നിയുമായിട്ട് അവരൊരു ഡേർട്ടി റാക്സിലാണ്, ഒരു പഴയ തുണിയിലാണ് ഇത് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവിടെ ഒരുപാട് കുട്ടികളിങ്ങനെ വരിയിൽ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പിക്നിക്കിന് പോവാൻ വേണ്ടിയിട്ട്. ആ റോയിൽ ഇവരും കൂടിച്ചേരുകയാണ്. ജസ്റ്റ് ദെൻ ബിവാറബായ് അപ്പിയേർഡ്. അങ്ങനെ ആ സമയത്താണ് പാർഷ്യ എന്ന മഹർ സ്റ്റുഡൻ്റാണ്, മഹർ ബോയ് ആണ് പാർഷ്യയുടെ അമ്മയായിട്ടുള്ള ബിവാറബായ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് വരിയിൽ നിൽക്കുന്ന പാർഷ്യയെ വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. ആ സമയത്ത് പാർഷ്യ വളരെ ഉറക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിവാറബായ് പറയുന്നുണ്ട്, നീ പിക്നിക്കിനൊന്നും പോവണ്ട, നിനക്കിവിടെ വേറെ പണിയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവനെ വരിയിൽ നിന്ന് തള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് പാരഗ്രാഫ്. പാർഷ്യ, ഫോളോ മീ ഓർ ഐ വിൽ കിക്ക് യു. യുവർ ഫാദർ ഹാസ് ലെഫ്റ്റ് ടു ഡിഗ് പിറ്റ്സ് വിതൗട്ട് ഈറ്റിംഗ് എനിത്തിങ്. You must take his food to him or he will starve the whole day. He will chop you to pieces when he returns. Come along. Bivarabai was very annoyed at Parshia and she lashed his back, abusing him. പിന്നീട് ബിവാറബായ് പാർഷ്യയുടെ അടുത്ത് പറയാണ്, പാർഷ്യ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ പിന്നാലെ വന്നു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് നല്ല തല്ല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഫാദർ രാവിലെ മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഇനി നീ നിൻ്റെ ഫാദറിന് ഫുഡ് കൊണ്ടു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നത്തെ ഫുൾ ഡേ നിൻ്റെ അച്ഛൻ പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം, എന്നിട്ട് നിൻ്റെ അച്ഛന് ഫുഡ് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പാർഷ്യയുടെ അടുത്ത് ആര് പറയാണ്? ബിവാറബായ്, പാർഷ്യയുടെ മദർ പറയാണ്. എന്നിട്ട് പാർഷ്യ അടിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, പാർഷ്യയുടെ മദർ. പക്ഷേ പാർഷ്യയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഇങ്ങനൊരു പിക്നിക്കിന് പോകണമെന്ന്. കാരണം മഹർ ബോയ്സിന് അത്തരത്തിലുള്ള യാത്രയൊന്നും അവർക്ക് കിട്ടാറേയില്ല. അവരെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോലും കുട്ടികൾക്കിടയിൽ പോലും അടിച്ചമർത്തപ്പെട്ടവരാണ്. അപ്പോൾ ഇങ്ങനൊരു യാത്രയ്ക്ക് പോകണമെന്ന് അവന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച് ടു ബി മൂവിങ് വിത്ത് ഓൾ ദി ടീച്ചേഴ്സ്, boys and girls in a single group. Women gathering dry dung cakes watched us admiringly. We were excited. Harya, who was grazing cattle along the banks of the stream, looked restless. His father had taken him away from school and put him to work grazing cattle. Harya was employed on Girmalia's farm. For his hard work, he received food and 100 rupees a year. Harya's mother didn't even have proper clothes. Most of the time, everyone in his house was only half fed. Now that Harya had started working, he was no longer a burden.
but an asset to the family. The question of his bread was solved. There would be his pay at the end of every year. Clothes could be bought now for everyone in the house with that money. As well all passed by in rows, Harya, as did a buffalo, was singing. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബോയ്സും ഗേൾസും ഒരൊറ്റ വരിയായി അവരുടെ അധ്യാപകരോടൊപ്പം നടക്കുന്നത് അസാധാരണമായിട്ട് തോന്നുകയാണ് ആർക്ക്? ലിംബാലയ്ക്ക്. ദെൻ പിന്നീട് ഡ്രൈ ഡങ് കേക്ക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, വ്യുമിൻ, ഈ കുട്ടികളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഡ്രൈ ഡങ് കേക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാണകം ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ഈ കുട്ടികൾക്കും അതൊരു രസം തോന്നിയിരുന്നു. കാരണം ഒരുപാട് സ്ത്രീകൾ അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ. പിന്നീട് ഇവർ ഹാരിയെ കാണുന്നുണ്ട്. ഹാര്യ ഇവരുടെ കൂടെ പഠിച്ചിരുന്ന ഒരു ബോയിയാണ്. അപ്പോൾ അരുവിയുടെ ഓരത്ത് കന്നുകാലികളെ മേച്ചിരുന്ന ഹാര്യയ്ക്ക് ഇവരെ കണ്ടപ്പോഴെന്താണ്? അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ അച്ഛൻ സ്കൂളിൽ നിന്നും അവനെ ബലമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. ഗിർമാലിയുടെ കൃഷിയിടത്തിൽ, ഗിർമാലിയ എന്നത് അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ കൃഷിയിടത്തിൽ അവരുടെ ഗോട്ടിനെയൊക്കെ, അവരുടെ കന്നുകാലികളെ മേയ്ക്കുന്ന പണിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഹാര്യയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള കൂലിയും ആരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാര്യയ്ക്ക്? ഗിർമാല്യ. അപ്പോൾ തൻ്റെ കഠിനാധ്വാനത്തിന് അവന് ഭക്ഷണവും കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു വർഷം 100 രൂപ വെച്ചിട്ടായിരുന്നു ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഹാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹാര്യയുടെ അമ്മയ്ക്കാണെങ്കിലോ ധരിക്കാൻ അത്യാവശ്യം നല്ല ഡ്രസ്സൊന്നും തന്നെ ഇല്ല. കൂടുതൽ സമയവും അവൻ്റെ കുടുംബത്തിലെ എല്ലാവരും പട്ടിണിയിലുമാണ്. അപ്പോൾ ഹാര്യ ജോലി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് അവർക്കതൊരു ആശ്വാസമായിട്ട് തോന്നിയത്. അപ്പോൾ ഗിർമാലിയയുടെ ഫാമിലേക്ക് എന്നും ഹാര്യയുടെ ഫാദർ അവനെ പറഞ്ഞയക്കുമായിരുന്നു. വർഷാവസാനം 100 രൂപയുടെ നോട്ടും ആര് കൊടുക്കുമായിരുന്നു? ഗിർമാല്യ. അങ്ങനെ ആ 100 രൂപയുടെ നോട്ട് കൊണ്ടാണ് അവൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വസ്ത്രം വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ അവന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതും. അങ്ങനെ കുട്ടികളെല്ലാം സ്കൂൾ ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാം ആ വരിയിലൂടെ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഹാര്യ ഒരു പോത്തിൻ്റെ പുറത്ത് കയറിയിട്ട് പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. Deaf boys of the group went up the trees and the other boys and girls ran about all over the place. The girls played fugadi, their teachers' card games. There was a great fun and excitement. Too young to participate, I merely watched them from a distance, admiring them as those dung-gathering women had admired us. ഇവരുടെ ഗ്രൂപ്പിലെ കരുത്തരായിട്ടുള്ള ആൺകുട്ടികൾ, ടഫ് ബോയ്സ്, അവിടെ കാണുന്ന വലിയ മരങ്ങളിൽ കൊത്തിപ്പിടിച്ച് കയറാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ബോയ്സും ഗേൾസുമൊക്കെ അവിടെ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പെൺകുട്ടികൾ ഗേൾസ് മെയിനായിട്ട് എന്ത് ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്? ഫുഗതി എന്ന ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ടീച്ചേഴ്സ് കാർഡ് ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടുമൊക്കെ ഓരോ കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നായകനായിട്ടുള്ള ശരൺകുമാർ ലിംബാലെ വളരെ ചെറിയൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൻ ഈ കളികളിലൊന്നും പങ്കെടുക്കാതെ ഇവർ കളിക്കുന്നത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുന്നേ ചാണകം പെറുക്കിയിരുന്ന സ്ത്രീകൾ ഈ കുട്ടികളെ എങ്ങനെയാണോ വാച്ച് ചെയ്തത് അതുപോലെ തന്നെ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ശരൺകുമാർ ലിംബാലെ
ഈ വലിയ കുട്ടികൾ കളിക്കുന്ന ഓരോ കളിയും ഓരോ ഗെയിംസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്? നമ്മുടെ ഓഥറായിട്ടുള്ള ശരൺകുമാർ ലിംബാലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരാഗ്രാഫ്. The Vani and Brahmin boys played kabaddi. Being marked as Mahars, we couldn't join them. So Malya, Umbria, Parshya, all from my caste, began to play touch and go. We played one kind of game while the high caste village boys played another. The two games were played separately like two separate whirlwinds. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഒരു ഗ്രൂപ്പിൽ അപ്പർ ആൻഡ് ലോവർ കാസ്റ്റിൽ പെട്ട സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. വലിയ ജാതിയിൽപ്പെട്ട സ്റ്റുഡൻസും അതുപോലെ തന്നെ എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വേറിട്ടിട്ട് തന്നെ ആയിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ മുതിർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ കൂടെ ആർക്ക് കളിക്കാൻ പാടില്ല? താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് കളിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ അപ്പർ കാസ്റ്റിൽ പെട്ട കുട്ടികൾ ഏത് ഗെയിമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്? ഈ അപ്പർ കാസ്റ്റിൽ പെട്ട വിഭാഗക്കാരാണ് വാണി, ബ്രാഹ്മിൺ എന്നിവരൊക്കെ. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ പെട്ട ബോയ്സ് ഏത് കളിയായിരുന്നു കളിച്ചിരുന്നത്? കബഡി ആയിരുന്നു കളിച്ചിരുന്നത്. ദെൻ ലിംബാലെ ലോവർ കാസ്റ്റിൽ പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ലിംബാലയും അവൻ്റെ കൂടെയുള്ള അവൻ്റെ കാസ്റ്റിൽ പെട്ട അവൻ്റെ ഫ്രണ്ട്സും കൂടി മഹർ വിഭാഗക്കാരായതിനാൽ തന്നെ എന്താ അവർക്ക് ഈ അപ്പർ കാസ്റ്റിൽ പെട്ട കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അങ്ങനെ ഈ മഹർ ജാതിയിൽ പെടുന്ന മല്യ, അതുപോലെ തന്നെ ഉംബ്രിയ, പാർഷ്യ ഇവരൊക്കെ എന്തിൽ പെട്ടതാണ്? മഹർ വിഭാഗത്തിൽ പെട്ടവരാണ്. ഇവരെല്ലാം കൂടി തന്നെ എന്താ ടച്ച് ആൻഡ് ഗോ എന്ന ഗെയിമാണ് കളിക്കുന്നത്. ടച്ച് ആൻഡ് ഗോ എന്ന പ്ലേ ആണ് ഇവർ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴ്ന്ന ജാതിക്കാരിൽ പെട്ട കുട്ടികളെല്ലാം കൂടി തന്നെ ഒരു ഗെയിം കളിക്കുന്നു, ഒരു പ്ലേ കളിക്കുന്നു. എന്നാലോ ഉയർന്ന ജാതിയിൽ പെട്ട കുട്ടികളെല്ലാം കൂടി മറ്റൊരു ഗെയിം കളിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കിടയിൽ തന്നെ ഇത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ലിംബാലെ പറയുന്നുണ്ട്, ഇതെന്തുമായിട്ടാണ് ലിംബാലെ കമ്പയർ ചെയ്യുന്നത്? വേൾവിൻഡ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്. അപ്പോൾ ചുഴലിക്കാറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും അത് വന്ന് അടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരേപോലെയുള്ള കുട്ടികൾ തന്നെ എന്താ വ്യത്യസ്ത ഗ്രൂപ്പ് ചേർന്നിട്ട് വ്യത്യസ്ത കളികൾ കളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. Play over. We settled down to eat. Boys and girls from the high caste like Vani, Brahmin, Marwari, Muslim, Maratha, Teli, fisherman, goldsmith and all the teachers, about hundreds or so, sat in a circle under a banyan tree. We, the Mahar boys and girls, were asked to sit under another tree. The high caste ones said a prayer before eating, which didn't make any sense to us. അങ്ങനെ എന്താ പ്ലേ കഴിഞ്ഞു, അവരുടെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞു. പിന്നീട് ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഹൈ കാസ്റ്റിൽ പെട്ട ഉയർന്ന ജാതിയിൽ പെട്ട ബോയ്സും ഗേൾസും ടീച്ചേഴ്സും മറ്റുള്ള പല ജാതിയിൽപ്പെട്ട ആളുകളും എന്താ ആ ഒരു വലിയ ബനിയൻ ട്രീ, ഒരു ആൽമരം ഉണ്ടായിരുന്നു അവിടെ, അതിന് ചുറ്റുമിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലോ വി ദി മഹർ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട മഹർ ബോയ്സും ഗേൾസും മഹർ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും അതിൻ്റെ തൊട്ട് താഴെയുള്ള മറ്റൊരു ട്രീക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞത്. പിന്നെ അതുമാത്രമല്ല, ഹൈ കാസ്റ്റിൽപ്പെട്ട കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തോ ഒരു പ്രെയർ ചൊല്ലുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. എന്തോ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അതെന്താണ് ചൊല്ലിയത് എന്ന് അറിയാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ മഹർ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്കൊന്നും തന്നെ കഴിഞ്ഞില്ല.
എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. പാർഷ്യ ഡിഡിൻറ്റ് ഈവൻ ഹാവ് എ പീസ് ഓഫ് ക്ലോത്ത് ടു ടൈ അപ്പ് ഹിസ് ഫുഡ് ഇൻ, സോ ഹിസ് ബക്കാരീസ് വർ tied with a mine. Malya had brought bombil fish. Umbria had brought only bakari and no chutney. We opened our bundles. The high caste children offered their food to our teachers. Theirs was a variety of fried and tasty food. അങ്ങനെ പാർഷ്യയ്ക്ക് പൊതിയാൻ, അവൻ കൊണ്ടുവന്ന ഫുഡ് പൊതിയാൻ ഒരു നല്ല ക്ലോത്ത് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ലിംബാലയുടെ ഫുഡിൻ്റെ കൂടെയായിരുന്നു അവൻ്റെ ഫുഡും വെച്ചിട്ടുണ്ടായിരുന്നത്. അവൻ എന്തായിരുന്നു കൊണ്ടുവന്നിരുന്നത്? ബക്കാരി ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൊട്ടി. ബക്കാരി ആയിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? പാർഷ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ മല്യ ഹാഡ് ബോട്ട് ബോംബിൽ ഫിഷ്. മല്യ ഒരു തരത്തിലുള്ള ഫിഷ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ദെൻ ഉംബ്ര ഹാഡ് ബ്രോട്ട് ഓൺലി ബക്കാരി ആൻഡ് നോ ചട്നി. ഉംബ്രയും ബക്കാരി മാത്രമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കഴിക്കാനുള്ള ചട്നി ഒന്നും തന്നെ അവൻ കൊണ്ടുവന്നിട്ടില്ല. ദെൻ വി ഓപ്പൺഡ് അവർ ബണ്ടിൽസ്. ദി ഹൈ കാസ്റ്റ് ചിൽഡ്രൻ ഓഫേർഡ് ദെയർ ഫുഡ് ടു അവർ ടീച്ചേഴ്സ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ബണ്ടിൽസ് ഓപ്പൺ ചെയ്തു. ഹയർ കാസ്റ്റിൽ പെട്ട കുട്ടികളെല്ലാം തന്നെ അവരുടെ ഫുഡ് അവരുടെ ടീച്ചേഴ്സിന് നീട്ടി. അപ്പോൾ അവരെങ്ങനെയുള്ള ഫുഡായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ദേഴ്സ് വാസ് എ വെറൈറ്റി ഓഫ് ഫ്രൈഡ് ആൻഡ് ടേസ്റ്റി ഫുഡ്. ഹയർ കാസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാവരും തന്നെ നല്ല ഫ്രൈ ചെയ്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഹൈ കാസ്റ്റിൽ പെട്ട ചിൽഡ്രൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഈവൻ ദി ട്രീ വി സാറ്റ് അണ്ടർ വാസ് started like us. Whenever the wind shook its branches, it produced waves of hot air that hit our faces. We sat in its broken shadow. Malya offered us his bombil curry, and in exchange, we offered him our dry bakari, as he had not brought any. Dare I offer my chutney bakari to my teacher? Would he eat it? Bakaris of the high caste were, of course, of a better quality. Their mothers had given them fried food, whereas we had just pieces of dry bakaris which were hardly enough to satisfy the cave of hunger. ഇനി ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിംബാലയുടെ കാസ്റ്റിൽപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും തന്നെ മറ്റൊരു ട്രീക്ക് ചുറ്റുമായിരുന്നു ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ലിംബാല പറയുന്നുണ്ട്, ആ ട്രീയും ഞങ്ങളെപ്പോലെ തന്നെയാണ്. കാരണം എന്താണ്? ഉണങ്ങിയ ഇലകൾ മാത്രമാണ് ആ ട്രീയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ലിംബാലെ പറയുന്നുണ്ട്, തങ്ങളെപ്പോലെ തന്നെയാണ് ആ ഒരു ട്രീ ഞങ്ങൾക്ക് തോന്നിയത് എന്ന്. അവശ്യ നിലയിലായിരുന്നു ആ ഒരു ട്രീയും കാണപ്പെട്ടിരുന്നത്. അപ്പോൾ കാറ്റ് ഇങ്ങനെ മരച്ചില്ലകളെ കുലുക്കുന്ന സമയത്ത് ചൂടുള്ള വായുവായിരുന്നു ആരുടെ മുഖത്തേക്ക് വീശിയിരുന്നത്? ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് വീശിയിരുന്നത്. പിന്നീട് ഇവരെല്ലാവരും തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മല്യ എന്ന് പറഞ്ഞ ആ കുട്ടി ലിംബാലയ്ക്കും ലിംബാലയുടെ കൂട്ടുകാർക്കും ഈ ബോംബിൽ എന്ന ഫിഷാണ്, അതിൻ്റെ കറി അവർക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് പകരമായിട്ട് ലിംബാലെ കൊണ്ടുവന്നിട്ടുള്ള ബക്കാരി അവന് നീട്ടുന്നുണ്ട്, മല്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മല്യ എന്ത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു? കറി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു, ബക്കാരി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ദെൻ തനിക്ക് തൻ്റെ അധ്യാപകന്, തൻ്റെ ടീച്ചേഴ്സിന് ചട്നി ഓഫർ ചെയ്യണമെന്ന് ആർക്ക് തോന്നിയിരുന്നു? ലിംബാലയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലിംബാലെ കൊണ്ടുവന്ന ചട്നി തൻ്റെ ടീച്ചറിന് കൊടുക്കണം എന്ന ആ ഒരു ചിന്ത ആരുടെ മനസ്സിലുണ്ടായിരുന്നു? ലിംബാലയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ താൻ കൊണ്ടുവന്ന ചട്നി ഇനി ടീച്ചർക്ക് ഓഫർ ചെയ്താൽ ടീച്ചർ അത് കഴിച്ചില്ലെങ്കിലോ എന്ന ആ ഒരു ടെൻഷനും ആർക്കുണ്ടായിരുന്നു? ലിംബാലയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ ഹയർ കാസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ കൊണ്ടുവരുന്ന ബക്കാരി,
അതെന്താ, അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള, അത്രയും നല്ല ക്വാളിറ്റിയിൽപ്പെട്ട ബക്കാരി ആയിരിക്കും ആര് കൊണ്ടുവരുന്നത്, ഈ ഹയർ കാസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ കൊണ്ടുവരുന്നത്. കൂടാതെ അവർ കൊണ്ടുവരുന്ന കറികളിലും അത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഓരോ കറിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും അവർ കൊണ്ടുവരുന്ന ആ കറികൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിച്ചിട്ട് താൻ കൊണ്ടുവന്ന ബക്കാരി എന്നത് അത്രയും ക്വാളിറ്റി ഇല്ലാത്തതാണ് ആർക്ക്, മഹർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട കുട്ടികൾ കൊണ്ടുവരുന്ന ബക്കാരി. അപ്പോൾ അത് ടീച്ചേഴ്സിന് കൊടുത്താൽ അവരത് സ്വീകരിക്കുമോ എന്ന ആ ഒരു ടെൻഷൻ ആർക്കുണ്ടായിരുന്നു, ലിംബാലയ്ക്കും ലിംബാലയുടെ സുഹൃത്തിനും ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, മഹർ വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ കൊണ്ടുവന്ന ആ ബക്കാരി അത്രയും ഉണങ്ങിയ രീതിയിലുള്ള ബക്കാരിയായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ ആ ഒരു ബക്കാരി കഴിച്ചാൽ വിശപ്പ് അടങ്ങില്ല. പിന്നെ ഇതെങ്ങനെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കും എന്ന ആ ഒരു ചിന്തയും ഇവർക്കുണ്ടായിരുന്നു. എന്നാലും ബാക്കിയുള്ള കുട്ടികൾ, ഹയർ കാസ്റ്റിൽപ്പെട്ട കുട്ടികളെല്ലാവരും തന്നെ അവർ കൊണ്ടുവന്ന ഭക്ഷണം ടീച്ചേഴ്സിന് കൊടുക്കുന്നത് കാണുന്ന സമയത്ത് ഇവർക്കൊരു ചെറിയ വേദന ഇവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. My stomach was like a weight to the graveyard that continuously swallows the dead. My mother Masami used to shout angrily, "What is it you have? A stomach or a caloct? There seems to be a gizzard in your stomach. Why don't you go around with a big bowl at your mouth?" I always felt half-fed. Whatever was given, I ate greedily, and nothing was ever enough. Everyone in my house needed food, so how could I alone think of eating till I was full? I had searched for every bit of leftover food in the house to make up my tiffin. I felt I had swallowed the whole land and was chewing stones. പിന്നീട് ലിംബാലെ തന്നെ തൻ്റെ സ്റ്റൊമക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, തൻ്റെ വയറിനെ കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് ഏത് സമയത്തും വിശപ്പാണ് എന്ന് ആണ് ആര് പറയുന്നത്, ലിംബാലെ പറയുന്നത്. അവൻ്റെ വിശപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും പറയുന്നു. അവൻ്റെ അമ്മ മസാമിക്ക് എന്നും എപ്പോഴും പരാതിയുമായിരുന്നു. അവൻ്റെ ആമാശയത്തിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട് എന്ന് വരെ അമ്മ സംശയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രമെടുത്ത് ബെഗ് ചെയ്യാൻ പോലും അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു. കാരണം ഏത് സമയത്തും എന്ത് കൊടുത്താലും അവൻ്റെ വിശപ്പ് മാറുന്നില്ലായിരുന്നു. എപ്പോഴും അവന് വിശപ്പാണ്. എന്ത് കൊടുത്താലും അവൻ അത്യാഗ്രഹത്തോടു കൂടിയിട്ട്, ആർത്തിയോട് കൂടിയിട്ട് വിഴുങ്ങുമായിരുന്നു. അവൻ്റെ വിശപ്പിന് പരിഹാരമാവാൻ ഒന്നിനും തന്നെ കഴിയില്ലായിരുന്നു. എപ്പോഴും അവന് വിശപ്പായിരുന്നു. അവൻ തന്നെ സ്വയം ചിന്തിക്കാറുണ്ട്, കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ പട്ടിണിയിലാണ്, പിന്നെ എങ്ങനെയാണ് തൻ്റെ വിശപ്പ് പൂർണ്ണമായും അകറ്റാൻ കഴിയുക എന്ന്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. The high-caste girls from our village offered us their curry and bakaris without touching us. The thought that they might have seen our food upset me. I was ashamed of my food and felt guilty eating it. പിന്നീട് ഈ ഹൈകാസ്റ്റിൽ പെട്ട ഗേൾസ് അവർ കഴിച്ച് ബാക്കി വന്ന കറിയും അതുപോലെ തന്നെ ബക്കാരിയും ഒക്കെ ആർക്ക് കൊടുക്കുകയാണ്, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ബോയ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അവരെ ടച്ച് ചെയ്യാതെയാണ് ഈ കുട്ടികൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ലിംബാലയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ആ പെൺകുട്ടികൾ ഞങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കണ്ടല്ലോ എന്നോർത്ത്, ഞങ്ങൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് ആ പെൺകുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ആർക്ക് തോന്നുന്നുണ്ട്, ലിംബാലയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നുന്നു എന്നും ലിംബാലെ പറയുന്നു. The high-caste boys and girls from the village were eating together. The girls sat close to the teachers. They were all chatting and we sat like owls watching them. We had before us only the crumbs of bombil. With each morsel, I chewed the lips of the laughing girls. At last, we finished eating. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൈ ക്ലാസ്സിൽപ്പെട്ട
ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഗേൾസ് ആണെങ്കിലോ അവരുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഒരുപാട് തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ചിട്ടൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ മൂങ്ങകളെ പോലെ നോക്കിയിരിക്കുകയായിരുന്നു മഹർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള കുട്ടികൾ. അങ്ങനെ അവരുടെ ഭക്ഷണം കഴിക്കലും കഴിയുന്നു. Then the teacher asked the high caste boys and girls to collect the leftovers on a piece of paper and give it to us. I and Pasha carried the bundle of leftover food on the way back. The high caste boys and girls were laughing and joking, but our whole attention was on the bundle. Malya carried a bundle of bakari on his head, and we, the Mahar boys, followed him excitedly like hungry vultures. At last, we gathered in Girmalia's farm and opened the bundle. It contains crumbs of different kinds of food, and their spicy smell filled the air. We squatted in a circle and stuffed ourselves greedily. We had never tasted food like that before. We were all really gluttonous. Our stomachs were as greedy as a beggar's sack. ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ലോവർ കാസ്റ്റിലെ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് ഹയർ കാസ്റ്റിലെ കുട്ടികളോട് ടീച്ചേഴ്സ് പറയുകയാണ്. അങ്ങനെ അവർ കഴിച്ചതിൻ്റെ ബാക്കി അവരൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആരുടെ അടുത്ത് കൊടുക്കുന്നു? ഈ മഹർ വിഭാഗത്തിൽപ്പെട്ട ബോയ്സിൻ്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ കളിയിലും ചിരിയിലും ഒക്കെ അകപ്പെട്ടിരുന്ന സമയത്തും ഈ മഹർ ബോയ്സിൻ്റെ ചിന്ത എന്തിലേക്ക് മാത്രമായിരുന്നു? അവരുടെ നോട്ടം എന്തിലേക്ക് മാത്രമായിരുന്നു? ആ ഭക്ഷണ പൊതിയിലേക്ക് മാത്രമായിരുന്നു. പേപ്പറിൽ പൊതിഞ്ഞ ആ ഭക്ഷണത്തിൻ്റെ ബാക്കി അവർ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ പോകുന്ന സമയത്ത് മടക്കയാത്രയിൽ ലിംബാലയും പാർഷ്യയും എടുത്ത് കയ്യിൽ പിടിച്ചു. ഹയർ കാസ്റ്റിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും തമാശകൾ പറഞ്ഞ് ചിരിച്ച് പല കളികളിലും ഏർപ്പെട്ടിരുന്നു. എന്നാൽ ലിംബാലയുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ ആ ഭക്ഷണപ്പൊതിയിൽ തന്നെയായിരുന്നു. മല്യ ബാക്കി വന്ന അപ്പത്തിൻ്റെ ഒരു പൊതിയെടുത്ത് തലയിൽ വെച്ചു. ലിംബാലയുൾപ്പെടെയുള്ള മറ്റു മഹർ ബോയ്സ് വിശക്കുന്ന കഴുകന്മാരെ പോലെ മല്യയെ പിന്തുടർന്നു. അവസാനം അവർ ചെന്നെത്തുന്നത് എവിടെയാണ്? ഗിർമാലിയയുടെ ഫാമിലാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളുടെ കഷ്ണങ്ങൾ ആ പൊതിയിലുണ്ടായിരുന്നു. അവയുടെ രുചികരമായ ഗന്ധം അന്തരീക്ഷമാകെ പടർന്നിരുന്നു. വൃത്താകൃതിയിൽ അവർ ഇരിക്കുന്നു. അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ ഓരോ പൊതിയും അവർ തുറക്കുന്നു. ഭക്ഷണം കണ്ട ഉടനെ തന്നെ ആർത്തിയോട് കൂടിയിട്ട് അവർ കഴിക്കാൻ തുടങ്ങുന്നു. അത്രയും രുചിയുള്ള ഭക്ഷണം അവർ മുൻപൊരിക്കലും കഴിച്ചിട്ടില്ല എന്നും പറയുന്നു. അതുമാത്രമല്ല, അവർക്ക് ആ സമയത്ത് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. Then next paragraph. When I got home, I told my mother all this. Like the victim of a famine, she said, "Why didn't you get at least a small portion of it for me? Leftover food is nectar." Her words made Girmalia's farm quiver in my stomach. അങ്ങനെ ലിംബാലെ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ അടുത്ത് പറയുന്നു. ബ്രാഹ്മിൻ വിഭാഗത്തിൽപ്പെട്ട ഹയർ കാസ്റ്റിൽപ്പെട്ട കുട്ടികൾ അവർക്ക് ഫുഡ് കൊടുത്ത കഥയും അതവർ ഗിർമാലിയ ഫാമിൽ വെച്ച് കഴിച്ച കഥയും എല്ലാം തന്നെ ആരുടെ അടുത്ത് പറയുന്നുണ്ട്? അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നു, നീ കഴിച്ചു, നീ എനിക്കായിട്ട് ഒന്നും തന്നെ കൊണ്ടുവന്നില്ല എന്ന പരാതി അമ്മ പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ബാക്കി തനിക്ക് നെക്റ്റാറാണ്, അമൃതമാണ് എന്നും ആര് കൂട്ടിച്ചേർക്കുന്നുണ്ട്? അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ
അവൻ ഗിർമാലയുടെ ഫാമിൽ നിന്ന് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അവൻ്റെ വായിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിരുന്നു. Then next paragraph. When I went to school the next day, the teacher had already asked the boys and girls to write an essay on the picnic. The students of the 7th form in particular were busy writing the essay, although I was only in the 3rd form. The teacher had asked us also to write. Both the classes were run in the same room. While the senior boys and girls wrote swiftly, I sat worrying. അങ്ങനെ നെക്സ്റ്റ് ഡേ ലിംബാലെ സ്കൂളിലെത്താണ്. സ്കൂളിലെത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ തലേ ദിവസം നടന്ന ട്രിപ്പിനെ കുറിച്ച് ടീച്ചർ ഒരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ അപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞ ഉടനെ തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ലിംബാലെ എന്ന് പഠിച്ചിരുന്നത് 3ാം ക്ലാസ്സിലാണ്. അവന് എഴുതുവാനുള്ള ആ ഒരു വലുപ്പമൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരുപാട് നോട്ട് എഴുതാനുള്ള ആ ഒരു പ്രായമൊന്നും ആർക്കായിട്ടില്ല, ലിംബാലയ്ക്ക് ആയിട്ടില്ല. എങ്കിലും ടീച്ചർ അവനെ നിർബന്ധിച്ച് എഴുതാൻ പറയുന്നു. 2 ക്ലാസ്സുകാരെയും ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് ഇരുത്തിയിരുന്നത്. സീനിയറായിട്ടുള്ള ബോയ്സും ഗേൾസും തിരക്കിട്ട് തലേ ദിവസത്തെ പിക്നിക്കിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പരിഭ്രമിച്ച് ലിംബാലെ വിഷമിച്ചു. When the teacher noticed me apparently doing nothing, he grew annoyed and shouted, "You son of a bitch, come on, start writing. You like eating an ox, don't you?" I picked up my slate and pencil, spat on the slate, smeared it, and wiped the slate with my shirt, which was already dirty, having been used like this so many times before. I don't know how and what to write. I kept thinking of how we had squatted in a circle under a tree in the forest, eating. I remembered the hands of high-caste boys and girls offering us their leftovers, the withered tree in whose shade we sat, the bundle of leftovers, the question my mother had asked, and the teacher calling me a son of bitch and a beef eater. How should I start writing the essay my teacher had asked for? ലിംബാലെ യാതൊന്നും തന്നെ എഴുതിയില്ലെന്ന് ആർക്ക് മനസ്സിലാവുകയാണ്? ടീച്ചർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ലിംബാലയെ ചീത്ത വിളിക്കുകയാണ് ആര്? ടീച്ചർ. എന്താ വിളിക്കുന്നത്? യു സൺ ഓഫ് എ ബിച്ച്, കം ഓൺ സ്റ്റാർട്ട് റൈറ്റിംഗ്. യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ്, ഡോണ്ട് യു? എന്താ? സൺ ഓഫ് എ ബിച്ച് എന്നാണ് ആര് വിളിക്കുന്നത്? ടീച്ചർ ലിംബാലയെ വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നുണ്ട്, എന്താ പറയുന്നത്? യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ്, കാളയെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവനല്ലേ നീ, അല്ലേ? നിനക്കെന്താ ഇത് എഴുതാൻ വയ്യേ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ലിംബാലയോട് ടീച്ചർ ചോദിക്കുന്നുണ്ട്. ലിംബാലെ തൻ്റെ സ്ലേറ്റും പെൻസിലും എടുത്തു. എന്നിട്ട് സ്ലേറ്റിൽ തുപ്പുന്നുണ്ട്. ആ തുപ്പൽ വെച്ചിട്ട് അവൻ ഷർട്ട് കൊണ്ട് ആ സ്ലേറ്റ് ഫുള്ളായിട്ട് മായ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് ആവർത്തിച്ച് അവൻ്റെ ഷർട്ടാകെ വൃത്തികേടായിരുന്നു. അപ്പോൾ എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്നൊന്നും തന്നെ ആർക്ക് അറിയില്ലായിരുന്നു? ലിംബാലയ്ക്ക് അറിയില്ലായിരുന്നു. അവനെന്ന് പഠിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ തലേ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അവൻ്റെ ചിന്ത പുറകിലോട്ട് പോവുകയാണ്. എന്തിനെക്കുറിച്ചാണ് താൻ എഴുതേണ്ടത് എന്ന് അവൻ്റെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. കാട്ടിൽ വെച്ച് ഒരു മരച്ചുവട്ടിൽ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഞങ്ങളെല്ലാവരും കൂടി ചമ്രം പടിഞ്ഞ് ഇരുന്നത് ഓർത്തെടുക്കാൻ ആര് ശ്രമിച്ചു? ലിംബാലെ ശ്രമിച്ചു. പിന്നീട് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബാക്കി ഹയർ ക്ലാസ്സിൽ പെട്ട ബോയ്സും ഗേൾസും തനിക്ക് നേരെ നീട്ടുന്ന ആ ഒരു ചിത്രം ആരുടെ മനസ്സിൽ വന്നു? ലിംബാലയുടെ മനസ്സിൽ വന്നു. പിന്നീട് ഉണങ്ങി ദ്രവിച്ച ഒരു ട്രീയുടെ ചുവട്ടിൽ ഞങ്ങളെ ഇരുത്തിയ ടീച്ചേഴ്സിനെ ആർക്ക് ഓർമ്മ വന്നു? ലിംബാലയ്ക്ക് ഓർമ്മ വന്നു. പിന്നെ തൻ്റെ അമ്മ തലേ ദിവസം പറഞ്ഞ ആ വാക്കുകൾ ആരുടെ മനസ്സിൽ വന്നു? ലിംബാലയുടെ മനസ്സിൽ വന്നു. അതുകൂടാതെ ഇപ്പോൾ തൻ്റെ ടീച്ചർ
തന്നെ വിളിച്ച മോശം വാക്ക്. എന്താ വിളിച്ചത്? സൺ ഓഫ് എ ബിച്ച് ആൻഡ് ബീഫ് ഈറ്റർ. ബീഫ് കഴിക്കുന്നവനെ, ബിച്ചിൻ്റെ മകനെ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ആ വാക്കുകൾ. ഇതൊക്കെയാണ് തലേ ദിവസത്തെ പിക്നിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ടീച്ചർ ഇപ്പോൾ എഴുതാൻ പറഞ്ഞപ്പോഴും അവൻ്റെ മനസ്സിൽ ഓടി വന്നത്. പിന്നെ അവൻ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ എൻ്റെ എഴുത്ത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടത് എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ലോവർ കാസ്റ്റിൽപ്പെട്ട, ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിഭാഗത്തിലുള്ളവർ അനുഭവിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ വിവരിക്കുന്നത്. ഓക്കെ.